ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ, ഫീസില്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമോ? അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൈറ്റമിൻ D3 കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻ D3 കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ വൈറ്റമിൻ D3 കുറയാനുള്ള കാരണങ്ങൾ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കിയാലോ. 11 മെയിൻ കാരണങ്ങളാണ് ഞാൻ റെഫർ ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കിയാലോ. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഇന്ന് സമയം ചെലവഴിക്കുന്നത് ഇൻഡോറിലാണ് അല്ലെ. ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ വളരെ കുറവാണ്. വളരെ കുറവ് ആളുകൾ മാത്രമാണ് ഔട്ട്ഡോറിൽ സമയം ചെലവഴിക്കുന്നത്. ഇപ്പോൾ കുട്ടികളാണെങ്കിലോ കൂടുതൽ സമയം ലാപ്ടോപ്പിലോ ഫോണിലൊക്കെയാണ്. വലിയ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടുകൂടി കൂടുതൽ ആൾക്കാരും സമയം ചെലവഴിക്കുന്നത് മൊബൈൽ ഫോണുകളിലാണ്. അങ്ങനെ വരുമ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ കുറവാണുള്ളൂ അല്ലെ. പണ്ടത്തെ കാലത്താണെങ്കിലോ കുറേ തരത്തിലുള്ള കളികൾ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ സമയം ആളുകൾ വെയിലത്ത് സമയം ചെലവഴിക്കുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് കുറവായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ D3 കുറയാനുള്ള ഒരു കാരണമായിട്ട് അത് മാറുകയാണ്. ഇനി പ്രായമായ ആൾക്കാരാണെങ്കിലോ, പ്രായമായ ആൾക്കാർ കൂടുതൽ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഇൻഡോർ ആണ്. ഇനി അവർക്ക് ഫിസിക്കൽ ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. അവരുടെ ശരീരത്തിന് വയ്യ, ഇനി നടന്നു പോകണമെന്ന് അവർ വിചാരിച്ചാൽ തന്നെ അവരുടെ ശരീരത്തിന്റെ ലിമിറ്റേഷൻ കാരണം അവർക്ക് പറ്റുന്നില്ല. ഇനി ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അവർക്കും അതെ, അവർക്ക് കെടുക്കണോടത്തുനിന്ന് എണീക്കാൻ പറ്റുന്നില്ല. അപ്പൊ സൂര്യപ്രകാശം നേരിട്ട് പതിക്കാനുള്ള ചാൻസുകൾ കുറവാണ്. ഇതൊക്കെ വൈറ്റമിൻ D3 എന്ന് പറഞ്ഞ സാധനത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഇനി അടുത്തൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഇനി ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി എന്ന് വിചാരിക്കും. പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കൂടുതൽ ആളുകളും കൂടുതൽ കവേർഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. അതിന് കാരണം എന്താ? നമുക്ക് തന്നെ അറിയാം, കുറേ കേസുകൾ സൺബേൺ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആൾക്കാർ പേടിച്ചിട്ട് കൂടുതൽ ഏരിയ കവേർഡ് ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ കൂടുതൽ ഏരിയ കവേർഡ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തുണ്ടാവും? സൂര്യപ്രകാശം നേരിട്ട് പതിക്കാനുള്ള ചാൻസ് ഉണ്ടാവില്ല. എപ്പോഴാണ് വൈറ്റമിൻ D3 ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരം നേരിട്ട് ഈ UVB റേസ് ആയിട്ട് എക്സ്പോസ് ആവണം. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുന്നു? UVB റേസിലെ ഒരു 290 തൊട്ട് 320 നാനോമീറ്ററിലെ വേവ് ലെങ്തിലുള്ള റേസ് നമ്മുടെ സ്കിന്നിൽ വന്ന് പതിക്കുന്നു. അങ്ങനെ പതിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ, അതായത് ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അത് വിഘടിച്ചിട്ട് ആദ്യം പ്രീ വൈറ്റമിൻ D3 ഉണ്ടാവുന്നു, പിന്നീട് വൈറ്റമിൻ D3 ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് വൈറ്റമിൻ D3 ഉണ്ടാവുന്നത്. അപ്പോൾ സൂര്യപ്രകാശം നേരിട്ട് നമ്മുടെ സ്കിന്നിൽ പതിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നില്ല. കാരണം ഇപ്പൊ ഇത്രയും ഭാഗം കവേർഡ് ആണെങ്കിൽ ഇവിടെ സൂര്യപ്രകാശം പതിച്ചാലും ഇത് നേരിട്ട് പതിക്കുന്നില്ല അല്ലെ. ഈ ക്ലോത്ത് ഇതിനെ തടയുന്നു, ഇവിടെ പതിക്കുന്നു. അപ്പൊ എന്തുണ്ടാവും? ഇവിടെയാണ് നമ്മുടെ സൂര്യപ്രകാശം വന്ന് പതിക്കുന്നതെങ്കിൽ വൈറ്റമിൻ D3 ഉണ്ടാവുന്നു. ഇവിടെ വന്ന് പതിച്ചാലോ ഉണ്ടാവില്ല. അങ്ങനെ പോലെ തന്നെയാണ് ഡ്രസ്സ് കവേർഡ് ആയിട്ട് ഇറങ്ങുക എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുന്നു, ഡ്രസ്സൊക്കെ കുറച്ച് ഇപ്പോൾ ബീച്ച് വെയർ ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി എന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്? സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും അല്ലേ. ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? സൺസ്ക്രീൻ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഡ്രസ്സ് ഇടുന്ന പോലെ തന്നെയാണ്. ഈ സൺസ്ക്രീൻ പുരട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ വരുന്ന സൂര്യപ്രകാശം പ്രതിഫലിച്ചു പോകുന്നു, അതായത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നു. അല്ലാതെ ഇത് അബ്സോർബ് ആവുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഒരു ജേണൽ ഉണ്ട്, ജേണൽ ഓഫ് എൻഡോക്രൈനോളജി ആൻഡ് മെറ്റബോളിസം എന്ന് പറയുന്ന ജേണൽ. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, SPF 30 ഉള്ള നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു എന്ന് വെച്ചാൽ സൂര്യപ്രകാശം വന്ന് പതിച്ചാലും എന്തുണ്ടാവുന്നില്ല? 95% അതിനെ റിഫ്ലക്ട് ചെയ്ത് പറഞ്ഞയക്കും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവില്ല? വൈറ്റമിൻ D3 ഉണ്ടാവില്ല. ഇനി വേറൊരു റീസൺ എന്ന് വെച്ചാൽ, ഇപ്പൊ സൂര്യപ്രകാശം കിട്ടണം അല്ലെ. ചില സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിലും പല സീസണിലും സൂര്യപ്രകാശത്തിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജേണൽ ഉണ്ടല്ലോ, ജേണൽ ഓഫ് എൻഡോക്രൈനോളജി ആൻഡ് മെറ്റബോളിസം. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് 33 ഡിഗ്രി നോർത്തിലേക്കും സൗത്തിലേക്കും, അതായത് അതിന്റെ മുകളിലേക്ക് പോകുന്ന രാജ്യങ്ങളിലേക്ക് ഈ സൂര്യപ്രകാശത്തിന്റെ അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അവര് ഏകദേശം വിന്റർ സീസൺ, അതായത് നവംബർ ടു മാർച്ച് സമയത്ത് ഉണ്ടാക്കുന്ന വൈറ്റമിൻ D3 ഫ്രം സൺ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു ബോസ്റ്റണിൽ. ഒരുപാട് സ്ഥലത്ത് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ബോസ്റ്റണിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. ബോസ്റ്റൺ എന്ന് പറയുന്നത് 42 ഡിഗ്രി നോർത്തിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നവംബർ ടു മാർച്ച് എന്ന് പറയുന്ന സീസണിൽ
അവിടെ ആളുകളുടെ സ്കിന്നിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ D3 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെന്ന്. അപ്പോൾ ജോഗ്രഫിക്കും ഇതിലൊരു പങ്കുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി പല സമയത്തും നമുക്കറിയാലേ, ഫോഗ്, സ്മോഗ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും, സൂര്യപ്രകാശം ഈ എക്സ്പോഷർ ഉണ്ടാവുന്നില്ല അല്ലെ. അതായത് ക്ലൈമറ്റിനും ഇതിനൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡിൽ നിന്ന് വൈറ്റമിൻ D3 കിട്ടാന്നുള്ളതാണ്. നമുക്കറിയാം ഫുഡിൽ നിന്ന് വളരെ കുറവളവിലാണ് വൈറ്റമിൻ D3 കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചാലാണ് കുറച്ച് കിട്ടുക. അതായത് 30 എഗ് യോക്കൊക്കെ ഒരു ദിവസം കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിലുള്ള വൈറ്റമിൻ D3 കിട്ടുന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് പാല് കുടിച്ചാലോ 100 IU വൈറ്റമിൻ D3 ഒക്കെയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. അത് നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ഇപ്പൊ നമ്മളൊരു 15-20 മിനിറ്റ് വെയിലത്ത് പോയി കിടന്നാൽ 10,000 അല്ലെങ്കിൽ 15,000 ഒക്കെ ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ D3 കിട്ടും. പക്ഷെ ഈ ഫുഡിൽ നിന്ന് കിട്ടുന്നതോ 100 IU അത്രയൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ അത് കമ്പയറബിൾ പോലും അല്ല, അത്രയും കുറവ് അളവിലാണ് കിട്ടുന്നുള്ളൂ. ഇനി വൈറ്റമിൻ D3 കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫുഡ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂണുകളുണ്ട്, അല്ലെങ്കിൽ സാൽമൺ, ട്യൂണ, ചാള, പിന്നെ ബീഫിന്റെ ലിവർ, പിന്നെ കോഡ് ലിവർ ഓയിൽ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ വൈറ്റമിൻ D3 കിട്ടാറുണ്ട്. അതുപോലെ ബ്രൊക്കോളിയിലൊന്നും കാര്യമായ അളവിലില്ല. പക്ഷെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചളവിലെങ്കിലും വൈറ്റമിൻ D3 കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഇന്നത്തെ കാലത്താണെങ്കിൽ വൈറ്റമിൻ D3 ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ് കിട്ടാറുണ്ട്. ഇപ്പോൾ ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ ഓട്സ് മിൽക്ക് ഇതൊക്കെ മേടിക്കുമ്പോൾ വൈറ്റമിൻ D3 പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചളവിലെങ്കിലും വൈറ്റമിൻ D3 നമുക്ക് കിട്ടാറുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോൺ ആണ്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഞാൻ ഇന്ത്യ രാജ്യത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ ഇന്ത്യൻ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ബ്രൗൺ ടു ഡാർക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ സ്കിൻ ടോണിന് കാരണം എന്താണ്? നമ്മുടെ സ്കിന്നിലുള്ള മെലാനിൻ ആണ്. അപ്പോൾ ഈ മെലാനിൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. മെലാനിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UV റേസിന് അധികം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടില്ല. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, ഈ ഡാർക്ക് സ്കിൻ ടോണിലുള്ള ആൾക്കാർക്ക് സൂര്യപ്രകാശം അടിച്ചിട്ടുണ്ടാവുന്ന ക്യാൻസർ ഇല്ലേ, സ്കിൻ ക്യാൻസർ, ഇത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണുള്ളൂ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഒരു സൺസ്ക്രീൻ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് UV റേസിനെ ബ്ലോക്ക് ചെയ്യുകയാണല്ലോ. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, വൈറ്റമിൻ D3 ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത്തിരി പാടാണല്ലേ നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ വെളുത്ത, അതായത് വൈറ്റ് സ്കിൻ ടോണുള്ള ഒരാൾ വെയിലത്ത് കിടന്ന എന്തോരം വൈറ്റമിൻ D3 ഉണ്ടാവുമോ അത്രയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അതായത് അവരെക്കാൾ കൂടുതൽ സമയം കിടന്നാൽ മാത്രമാണ് നമുക്ക് അതേ അളവിൽ വൈറ്റമിൻ D3 ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ചില ആൾക്കാർക്ക് ഇപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, ഇങ്ങനെ പല പല അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. ഈ അസുഖങ്ങളെ കുറിച്ച് ഇപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ചില അസുഖങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഗട്ടിൻ്റെ ഫാറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറയും. അപ്പോൾ വൈറ്റമിൻ D3 എന്ന് പറഞ്ഞാൽ ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, ഫാറ്റ് അബ്സോർപ്ഷൻ കുറയുന്നതിനനുസരിച്ച് വൈറ്റമിൻ D3 അബ്സോർബ് ചെയ്യാനുള്ള നമ്മുടെ സ്കിന്നിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറയും. അങ്ങനെയും വൈറ്റമിൻ D3 നമ്മുടെ സ്കിന്നിൽ കുറയാറുണ്ട്. സ്കിന്നിലല്ല, ബ്ലഡിൽ കുറയാറുണ്ട്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല വണ്ണുള്ള ആൾക്കാരാന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ D3 എന്ന് പറയുന്നത് ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. അപ്പോൾ നമ്മുടെ വണ്ണുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഫാറ്റ് സെല്ലുകൾ ഉണ്ടല്ലോ, ഈ ഫാറ്റ് സെല്ലുകളിൽ പോയിട്ട് സ്റ്റോർ ആവാനുള്ള ഒരു ടെൻഡൻസി വൈറ്റമിൻ D3 കാണിക്കാറുണ്ട്. ഫാറ്റ് സെല്ലിൽ പോയിട്ട് വൈറ്റമിൻ D3 ഇരുന്നാൽ നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. നമുക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷനിലേക്ക് അത് വരണം. അങ്ങനെ വരുമ്പോൾ വൈറ്റമിൻ D3 ബ്ലഡിൽ കുറയും, നമുക്ക് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാണ്ട് തന്നെ ചില ആൾക്കാർക്ക് ലിവറിനോ കിഡ്നിക്കോ ഒക്കെ തകരാറുണ്ടാവാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെ തകരാറുണ്ടാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ വൈറ്റമിൻ D3 എന്ന് പറയുന്നത് പല പല ഫോമിലേക്ക് മാറുകയാണ് അല്ലേ. അതായത് 7-ഡീഹൈഡ്രോ കൊളസ്ട്രോളിൽ നിന്ന് വൈറ്റമിൻ D3 ആയി, പിന്നെ വൈറ്റമിൻ D3 ആവാന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ ലിവറിലും കിഡ്നിയിലൊക്കെ പോയിട്ട് പല പല മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ഫോമിൽ വൈറ്റമിൻ D3 കിട്ടുന്നത്. അപ്പം ലിവറിനോ കിഡ്നിക്കോ ഒക്കെ തകരാറുള്ള ആൾക്കാരാണെങ്കിലോ ഈ കൺവേർഷൻസ് ഒന്നും സാധ്യമാവില്ല അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ട അളവിൽ, അതായത് നമുക്ക് വേണ്ട ഫോമിൽ വൈറ്റമിൻ D3 കിട്ടാതായിട്ട് വരും. അതും ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. ഇതൊന്നും അല്ലാണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം ചില ആൾക്കാർ മരുന്നുകൾ പലതും കഴിക്കും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫംഗൽ ഇൻഫെക്ഷന് ക്ലോട്രിമസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വൈറ്റമിൻ D3 എന്ന് പറയുന്ന സാധനം ലിവറിൽ പോയിട്ട് വിഘടിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ഫോമിൽ കിട്ടില്ല, അത് വിഘടിച്ച് സെപ്പറേറ്റ് ആയി പോകും. അങ്ങനെ വരുമ്പോൾ വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാണ്ട് ചില ആൾക്കാർക്ക് എന്തുണ്ടാവുമെന്ന് വെച്ചാൽ, വൈറ്റമിൻ D3 റെസിസ്റ്റൻസ് ഉണ്ടാവും. ജനിക്കുമ്പോൾ തന്നെ ജനിതകമായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും.
അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, വൈറ്റമിൻ D3 കുറവായിട്ട് നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത്രയും മെയിൻ കാരണങ്ങളാണ് വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ കുറയാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരും, അല്ലെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ടായാലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വൈറ്റമിൻ D3 കുറഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക്